പണ്ടുപണ്ടേ ഒരു വലിയ മലമുകളിൽ 3 മരങ്ങൾ ജീവിച്ചിരുന്നു. അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ അവർ തങ്ങളുടെ ജീവിതാഭിലാഷത്തെക്കുറിച്ച് സംസാരിച്ചു. ഈ ലോകത്തെ ഏറ്റവും വിലമതിക്കുന്ന രത്നങ്ങളും സ്വർണങ്ങളും ചുമക്കാൻ തക്കതായ ഒരു പെട്ടിയാകണമെന്നതായിരുന്നു ഒരു മരത്തിൻ്റെ ആഗ്രഹം. ഒരു വലിയ പ്രമാണിയുടെ ഏറ്റവും വലിയ കപ്പലാകണമെന്നതായിരുന്നു രണ്ടാമത്തെ മരത്തിൻ്റെ ആഗ്രഹം. എന്നാൽ മൂന്നാമത്തെ മരം ഏറ്റവും ഉയരങ്ങളിലെത്താൻ ആഗ്രഹിച്ചു. ലോകം അതിനെ എപ്പോഴും വാഴ്ത്തണമെന്ന് അത് അത്യധികം ആഗ്രഹിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മരം വെട്ടുകാരൻ വന്ന് ഈ 3 മരങ്ങളെയും വെട്ടിയെടുത്തു. അയാൾ ആദ്യത്തെ മരം കൊണ്ട് കന്നുകാലിത്തൊഴുത്തിലേക്കുള്ള ഒരു പുല്ലുപെട്ടിയുണ്ടാക്കി. രണ്ടാമത്തെ മരം കൊണ്ട് അയാൾ ഒരു കൊതുമ്പ് വള്ളമുണ്ടാക്കി. എന്നാൽ മൂന്നാമത്തെ മരം മുറിച്ച് കഷ്ണങ്ങളാക്കി മരപ്പണിശാലയുടെ മൂലയിൽ കൂട്ടിയിട്ടു. രത്നങ്ങളും വജ്രങ്ങളും ചുമക്കുവാനുള്ള പെട്ടിയാകണമെന്ന് ആഗ്രഹിച്ച മരം ഇപ്പോൾ കന്നുകാലിത്തൊഴുത്തിലെ പുല്ലുപെട്ടിയായും, ഒരു വലിയ പ്രമാണിയുടെ കപ്പലാകണമെന്ന് ആഗ്രഹിച്ച മരം ഇപ്പോൾ കൊതുമ്പ് വള്ളമായും, വലിയ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിച്ച മരം ഉപയോഗശൂന്യമായ മരക്കഷ്ണങ്ങളായും മാറ്റപ്പെട്ടു. മൂവരും അതിൽ അത്യധികം ദുഃഖിച്ചു. പോകെ പോകെ അവർ അവരുടെ ആഗ്രഹങ്ങൾ പോലും മറന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സ്ത്രീ പ്രസവവേദന സഹിക്കവയ്യാതെ ആ കന്നുകാലിത്തൊഴുത്തിൽ വിശ്രമിക്കാനെത്തി. കന്നുകാലികളുടെ ഇടയിൽ പച്ച പുല്ല് വിരിച്ച തറയിൽ അവർ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവരുടെ ഭർത്താവ് ആദ്യത്തെ മരം കൊണ്ടുണ്ടാക്കിയ ആ പുല്ലുപെട്ടിയെടുത്ത് അതിൽ പച്ച പുല്ല് വിരിച്ച് ആ ശിശുവിനെ അതിലേക്ക് കിടത്തി. എന്തെന്നില്ലാത്ത ഒരു ആത്മനിർവൃതി ആ പെട്ടി ആ നിമിഷം അനുഭവിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ മെലിഞ്ഞു കൊലുന്നനെയുള്ള ഒരു മനുഷ്യനും അനുയായികളും കൂടി രണ്ടാമത്തെ മരം കൊണ്ട് നിർമ്മിച്ച കൊതുമ്പ് വള്ളത്തിൽ മത്സ്യബന്ധനത്തിനായി സമുദ്രത്തിലേക്ക് യാത്ര തിരിച്ചു. പൊടുന്നനെ കാറും കോളും വന്ന് സമുദ്രം ഇളകി മറിഞ്ഞു. വലിയ ഒരു കപ്പലാകാൻ ആഗ്രഹിച്ച ആ മരം സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നശിച്ചു പോകുമല്ലോ എന്നോർത്ത് വളരെയധികം വിഷമിച്ചു. എന്നാൽ ആ കൃശഗാത്രനായ മനുഷ്യൻ തൻ്റെ കരങ്ങൾ ഉയർത്തി "സമുദ്രമേ, നീ ശാന്തമാകുക" എന്നു പറഞ്ഞതും അത് ശാന്തമായി. ഒരു ഇന്ദ്രജാലം കൊണ്ട് തന്നെ രക്ഷിച്ച ആ മനുഷ്യനോട് ആ മരത്തിന് വളരെയധികം നന്ദിയുണ്ടായി. വർഷങ്ങൾ പിന്നിട്ടു. ഒരിക്കൽ ഉപയോഗശൂന്യമായി മരപ്പണിശാലയിൽ കൂട്ടിയിട്ടിരുന്ന 3-ാം മരത്തെ ചെറിയ ചില അറ്റകുറ്റപ്പണികൾക്കു ശേഷം ഒരു കുറ്റവാളിക്കുള്ള തൂക്കുമരമായി മാറ്റി. ആ മരത്തെ മെലിഞ്ഞു കൊലുന്നിനെയുള്ള ഒരു സാധു മനുഷ്യൻ തൻ്റെ ചുമലിലെടുത്ത് ഒരു മലമുകളിലേക്ക് വലിച്ചു കയറ്റി. ഹൃദയഭേദകമായ അനേക യാതനകൾക്കൊടുവിൽ ആ സാധു മനുഷ്യൻ്റെ കൈകാലുകൾ ആണികളടിച്ച് ആ മരത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തി. പടയാളികളിൽ ഒരാൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് മൂർച്ചയുള്ള ഒരു കുന്തം കുത്തിയിറക്കി. ആ മനുഷ്യൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരീരം മരത്തിൽ നിന്നും വേർപെടുത്തി ഒരു കല്ലറയിൽ സംസ്കരിച്ചു. 3-ാം ദിവസം ആ തൂക്കുമരം നോക്കി നിൽക്കെ ആ കല്ലറ തുറക്കപ്പെടുകയും ആ മനുഷ്യൻ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. സ്വർഗാരോഹിതനായ ആ മനുഷ്യൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണെന്നറിഞ്ഞ ആ മരം നന്ദിയോടെ ദൈവത്തിന് മുൻപിൽ തല താഴ്ത്തി നിന്നു. തന്നെ ചുമക്കുകയും ഒടുവിൽ ജീവത്യാഗത്തിനായി തന്നെ തിരഞ്ഞെടുക്കുകയും പിന്നീട് തന്നെ ലോകം മുഴുവൻ വാഴ്ത്തുവാൻ തക്കവണ്ണം ഔന്നത്യത്തിലെത്തിച്ച ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ ആ മരം വാഴ്ത്തി. ദിവസങ്ങൾക്കു ശേഷം ഇതെല്ലാം പുല്ലുപെട്ടിയും കൊതുമ്പുവള്ളവും കേട്ടറിഞ്ഞു. വിലപിടിപ്പുള്ള രത്നങ്ങൾ ചുമക്കാൻ ആഗ്രഹിച്ച 1-ാം മരം ചുമന്നത് ഈ പ്രപഞ്ചത്തിലെ തന്നെ വിശിഷ്ട രത്നത്തെ തന്നെയാണല്ലോ എന്നോർത്ത് തൻ്റെ ജീവിതാഭിലാഷം സാധിച്ചു തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു. തിരകളെ ശാന്തമാക്കി തന്നെ രക്ഷിച്ച ആ മനുഷ്യൻ പ്രപഞ്ചശക്തിയാണെന്ന് അറിഞ്ഞ 2-ാം മരം ദൈവം നടപ്പിലാക്കിയ തൻ്റെ ആഗ്രഹം ഓർത്തു. ഈ ലോകത്തിൻ്റെ തന്നെ യജമാനെ യാത്ര ചെയ്യാൻ തന്നെ തിരഞ്ഞെടുത്തതിൽ ആ മരം ദൈവത്തിന് നന്ദി പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടക്കില്ല എന്ന് കരുതി നമ്മൾ ഉപേക്ഷിക്കുന്ന എന്തും സാധിക്കാൻ തക്കവണ്ണം ഈ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ മറന്നുപോയാലും ആ പ്രപഞ്ചശക്തി അത് ഉപേക്ഷിച്ച് കളയില്ല. നഷ്ടബോധത്തിൻ്റെ ചുരുളയിൽപ്പെട്ട് തിരിയുമ്പോൾ ജീവിതം തന്നെ വേണ്ടെന്ന് കരുതുന്ന സന്ദർഭത്തിൽ ഒരിക്കലെങ്കിലും ഈ കഥ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെ ശ്യാമ ഫ്രം ജാലകം.